ടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് റെസൊല്യൂഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെ പറയാൻ പോകുന്നത് ക്യാമറയിൽ വരുന്ന ഒരു പ്രധാന കമ്പോണൻ്റായ ലെൻസിനെ കുറിച്ചാണ്. കാരണം ക്യാമറയിൽ അത് HD-യിലായിക്കോട്ടെ IP-യിലായിക്കോട്ടെ ഏത് ക്യാമറയിലാണെങ്കിലും വ്യത്യസ്ത തരം ലെൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്. വ്യത്യസ്ത തരം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഫോക്കൽ ലെങ്ത്തിലുള്ള ലെൻസുകൾ. ഇതിൽ നമ്മുടെ DSLR ക്യാമറയിലോ അല്ലെങ്കിൽ വീഡിയോ ക്യാമറയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് അവരും ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസ് ടെലി സൂം വളരെ ദൂരെയുള്ള, ഇപ്പോൾ ക്യാമറമാൻ ഇവിടെ നിൽക്കും, വളരെ ദൂരെയുള്ള സാധനം അവർ ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ വളരെ മൈക്രോ ആയിട്ടുള്ള വളരെ ചെറിയൊരു സാധനങ്ങളൊക്കെ മൈക്രോ ലെൻസ് ഉപയോഗിച്ച് അവർ ഫോട്ടോ എടുക്കും. അപ്പോൾ ആ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ലെൻസുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതേ സംഭവം തന്നെയാണ് CCTV ക്യാമറയിലും വരുന്നത്. ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസുകൾ ഉപയോഗിക്കുന്നു. അതേസമയം വൈഡായിട്ടൊരു കാര്യം കാണാൻ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ. CCTV ക്യാമറയിലല്ല ഏത് ക്യാമറയിലാണെങ്കിലും ലെൻസുകളുടെ ഉപയോഗം ഇതാണ്. കാരണം നമുക്ക് നമ്മുടെ ഏരിയ എത്രത്തോളം കാണണം, എത്ര ദൂരെയുള്ളത് കാണണം, അതിനനുസരിച്ചിട്ട് നമുക്ക് ലെൻസുകൾ മാറ്റിയിടാം. CCTV ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലെൻസുകൾ ഇട്ടിട്ടുള്ള ക്യാമറകൾ വരുന്നുണ്ട്. സാധാരണ രീതിയിൽ ക്യാമറയിൽ വരുന്ന ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8 മുതൽ, അത് 1.8 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഭൂരിപക്ഷം കിട്ടുക 2.8, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.6. അത് 3.6 mm ലെൻസാണ് കോമൺ. പിന്നെ അതിനുശേഷം 6 mm, 8 mm, 12 mm, 16 mm വരെ ഫിക്സഡ് ലെൻസിൽ നമുക്ക് അവൈലബിൾ ആണ്. 3.6 mm, 2.8 mm എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കത് മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഫോക്കൽ ലെങ്ത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ 2.8, 3.6 അതുപോലെയുള്ള നമ്പേഴ്സ്. ലെൻസുകളിൽ പറയുന്ന ഇപ്പോൾ ചെറിയ ഫോക്കൽ ലെങ്ത്, ഇപ്പോൾ 2.8 എന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പോൾ 2.8 എന്ന് പറയുന്ന ക്യാമറയുടെ അല്ലെങ്കിൽ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആംഗിൾ ഉണ്ട്, ഒരു ആംഗിൾ ഓഫ് വ്യൂ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഇപ്പോൾ സാധാരണ രീതിയിൽ 2.8 ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു ആംഗിൾ ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 97 ഡിഗ്രി വരെ മാക്സിമം നമുക്ക് കിട്ടും. അപ്പോൾ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കിട്ടുന്നത്. അതേസമയം തന്നെ നമ്മളത് 3.6 ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ഇടുമ്പോൾ 74 ഡിഗ്രിയിലേക്ക് മാറും. അപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ 95 എന്നുള്ളത് അത് 74 കുറഞ്ഞു. അത് 3.6 mm ഇട്ടപ്പോൾ. അത് 6 mm ആകുമ്പോൾ അത് 64 ഡിഗ്രിയിലേക്ക് കുറഞ്ഞു. അത് 8 mm ഇട്ടപ്പോൾ അത് 54 ഡിഗ്രിയായി. അതങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ കുറഞ്ഞതിനനുസരിച്ച് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ഓഫ് വ്യൂ കുറഞ്ഞു വരുന്നു, ഫീൽഡ് ഓഫ് വ്യൂ അതുപോലെ തന്നെ കുറയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫോക്കൽ ലെങ്ത് കൂടി നമ്മൾ 16 mm ലെൻസ് ഇട്ടപ്പോൾ വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ വളരെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയും. ഡെപ്ത്, കാണുന്ന ഫീൽഡിൻ്റെ ഡെപ്ത് അത് കൂടി. അതേസമയം നമുക്ക് വ്യൂയിങ് ആംഗിൾ കുറഞ്ഞു, അതായത് നമ്മൾ കാണുന്ന ഏരിയ കുറഞ്ഞു വന്നു. അതേസമയം ഫോക്കൽ ലെങ്ത് കുറവുള്ള ലെൻസുകൾ ഇടുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഉദാഹരണം ഇത് കണ്ടാൽ മനസ്സിലാവും. ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകൾ ഇടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ഒരു ഏരിയ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോക്കൽ ലെങ്ത് കുറഞ്ഞ ലെൻസുകൾ ഇടുമ്പോൾ നമുക്ക് വളരെ കൂടുതൽ ഏരിയ കവർ ചെയ്യും. അതേസമയം ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസുകൾ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ദൂരെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടാനും പക്ഷേ ഏരിയ കുറച്ച് കുറയും. നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കാര്യം വ്യക്തമായിട്ട് കാണണം എന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കൂടുതലുള്ള ക്യാമറകൾ ഇടാം. ഇപ്പോൾ HD-യിലായാലും IP-യിലായാലും നമുക്ക് ഈ 2.8 മുതൽ 16 mm വരെയുള്ള ലെൻസുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ലെൻസുകൾ എല്ലാതും ഇപ്പോൾ സാധാരണ രീതിയിൽ വരിക 2.8 ആയാലും ഫിക്സഡ് ലെൻസാണ്. ഫിക്സഡ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഈ ലെൻസിൽ യാതൊരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫിക്സഡ് ആണ്, അതിനകത്തൊരു മാറ്റവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫിക്സഡ് ലെൻസ് അല്ലാതെ നമുക്ക് ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെൻസുകളും വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞ സൈസ് മുതൽ ഇപ്പോൾ 2.8 മുതൽ 12 mm അല്ലെങ്കിൽ 16 mm വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സൂമിനും സൂം ഔട്ടും ചെയ്യാൻ പറ്റുന്ന ലെൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിലെ ഒരു ടൈപ്പ് ലെൻസാണിത്. ഇങ്ങനത്തെ ലെൻസുകളായിട്ട് വരുന്ന ക്യാമറകളെ വെരിഫോക്കൽ ലെൻസ് ക്യാമറ എന്ന് പറയാം. ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് ചെയ്യാം, അതുപോലെ തന്നെ സൂം ചെയ്യാം. അപ്പോൾ ഈ വെരിഫോക്കലിൽ തന്നെ 2 ടൈപ്പ് വെരിഫോക്കൽ വരുന്നുണ്ട്. അതൊന്ന് വന്നിട്ട് നമുക്ക് മാനുവൽ വെരിഫോക്കൽ എന്ന് പറയും. മാനുവൽ വെരിഫോക്കൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇത് മാനുവൽ വെരിഫോക്കലാണ്. ഇത് നമ്മൾ മാനുവലായിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതേസമയം പിന്നെ വരുന്നത് നമുക്ക് മോട്ടറൈസ്ഡ് വെരിഫോക്കലാണ്.
മോട്ടറൈസ്ഡ് വെരിഫോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മോട്ടറാണ് ലെൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ മോട്ടറൈസ്ഡ് വെരിഫോക്കലിൻ്റെ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ NVRലോ നമ്മുടെ DVRലോ ഇരുന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതേസമയം മാനുവൽ വെരിഫോക്കലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഫോക്കസ് ചേഞ്ച് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അത്യാവശ്യം അറിയുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മോട്ടറൈസ്ഡ് വെരിഫോക്കലാണ് ഏറ്റവും നല്ലത്. CCTV സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്ക് തന്നെ അതിൻ്റെ ഫോക്കസ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ എപ്പോഴും മേടിക്കുമ്പോൾ മോട്ടറൈസ്ഡ് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബോക്സ് ക്യാമറയിലൊന്നും ലെൻസ് സാധാരണ ഒപ്പം വരില്ല. നമ്മൾ അഡീഷണൽ ആയിട്ട് സെപ്പറേറ്റ് ലെൻസ് നമ്മൾ മേടിക്കുകയാണ് ചെയ്യുക. അത് C മൗണ്ട് ലെൻസ്, CS മൗണ്ട് ലെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ലെൻസുകൾ ഇതുപോലെ തന്നെ വെരിഫോക്കൽ ലെൻസ് മോട്ടറൈസറും കിട്ടും, മാനുവലും കിട്ടും. PDZ ക്യാമറയിലും ഇതേപോലെ തന്നെയാണ്. മോട്ടറൈസ്ഡ് സൂമാണ് PDZൽ വരിക. അത് നമുക്ക് നോർമലി 2.8 മുതൽ 100 mm 150 mm അതിലും കൂടുതലുള്ള ലെൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഏരിയയ്ക്ക് അനുസരിച്ച് നമ്മൾ ക്യാമറകൾ നമ്മൾ ചൂസ് ചെയ്യണം. നമുക്കിപ്പോൾ കുറേ ദൂരെയുള്ള കാര്യങ്ങൾ കാണാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലെൻസുള്ള ക്യാമറ സാധാരണ 3.6 mm ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ലൊക്കേഷന് ആവശ്യമായ രീതിയിലുള്ള ക്യാമറകൾ നമ്മൾ ചൂസ് ചെയ്യണം. അതുകൂടാതെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലെൻസിൻ്റെ ഒരു ചാർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെൻസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല ലെൻസുകളുള്ള ക്യാമറകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പറഞ്ഞതിൽ വല്ല മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.